നല്ല മൂവിയാണ്. മാവലിന് ഏറ്റവും നല്ല മൂവിയായിരുന്നു. നല്ല മൂവിയായിരുന്നു. അത് സാധാ നമ്മൾ നല്ല റേറ്റിംഗ് ഒക്കെ റോഡൻ ടൊമാറ്റോസിലുണ്ടെങ്കിലും ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമ. നല്ല സിനിമ. മാർവൽ ഫാൻസ് ഓക്കെയാണ്. ഐ എം എ മാർവൽ ഫാൻ. മേക്കിംഗ് ഒന്നും പറയാല്ല, അടിപൊളി തന്നെ. സ്ഥിരം മാർവലിന്റെ കഴിഞ്ഞ പടങ്ങൾ കുറേ വന്നിട്ട് ഇതാണ് എടുത്ത് പറയുന്നത്. VFX തന്നെ അവരാ മെയിൻ വർക്കുകൾ ആണ്. ഓക്കെ, നല്ല മൂവിയാണ്. മാവലിന് ഏറ്റവും നല്ല മൂവിയായിരുന്നു. ഇപ്പം മാവൽ കുറേ പിറകെ വയ്ക്കുമായിരുന്നു, കുറേ മൂവീസ് ഫ്ലോപ്പ് ആയില്ലാത്തൊരു മൂവിയായിരുന്നു. കഴിഞ്ഞ കുറേ മാർവൽ പടങ്ങൾ വലിയ രീതിയിൽ പോയിട്ടില്ല. സത്യമാണ്. ബ്രേവ് ന്യൂ വേൾഡിന് ഒരു ആവറേജ് 3 പറയട്ടെ മാവലിന് നോക്കിയാലും. അപ്പോൾ ഇതൊരു വലിയ സ്റ്റെപ്പപ്പാണ്. അപ്പോൾ ഇനി നമുക്ക് ഡൂംസ്ഡേ ഉണ്ട്, ഫാന്റാസ്റ്റിക് 4 ഉണ്ട്. നല്ല മൂവി ആയിരിക്കണമല്ലോ. ഓഡിയൻസിന് 2 മണിക്കൂർ പിടിച്ചെടുക്കാനുള്ള എല്ലാം ഉണ്ട്. പക്ഷേ ഫസ്റ്റ് ഹാഫ് ഇത്തിരി ലാഗാണ്, അത്രേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫ് ഇത്തിരി ലാഗാണ്, വേറൊന്നുമില്ല. നല്ല മൂവിയാണ്. சூப்பராக இருந்துச்சு, தரமாக இருந்துச்சு. ஐ மீன் ரிவ்யூஸ் சொன்னபடியே பார்த்தீங்கன்னா ரொம்ப நல்லா இருந்துச்சு. எனக்கு பர்சனலாக ரொம்ப பிடிச்சிருந்தது. ஏன்னா கொஞ்சம் மென்டல் ஹெல்த் ரிலேட்டடாக நிறையா பேசியிருந்தாங்க. அதனால எனக்கு நிறைய ரிலேட் பண்ண முடிஞ்சுது அவங்களுக்கு கேரக்டர் வைஸ் பார்த்தா. மற்றபடி ஆமாம், வெரி குட். മാർവൽ ഫാനാக ഇരുന്നീങ്ക அப்படின்னா കണ്ടിപ്പാக വന്ന് பார்க்கணும். താങ്ക് യു. പക്ഷേ ഇറ്റ്സ് റിയലി ഗുഡ്. ഒരു പുതിയൊരു ആസ്പെക്റ്റിൽ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല പടം. താങ്ക് യു. നല്ല പടം, നല്ല സിനിമ. മേക്കിംഗ് വൈസ് പറയുവാണെങ്കിൽ അത്ര വലിയ സംഭവമില്ല, പക്ഷേ നല്ല കഴിഞ്ഞ കുറേ പടങ്ങൾ നല്ല രീതിയിൽ പോയില്ല. ശരിക്കും പറയുവാണെങ്കിൽ ആ ഒരു പോസ്റ്റ് എൻ ഗെയിമിന് ശേഷം ആ എൻ ഗെയിമിനുള്ള ഉണ്ടായ ഒരു ആ ട്രാജഡി എല്ലാ മൂവീസിനും കാണാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ ആ ക്യാരക്ടേഴ്സ് എടുക്കുവാണെങ്കിൽ തന്നെ ഇപ്പോൾ അവഞ്ചേഴ്സും, അതായത് അതിൽ നമുക്കായിരുന്ന അവഞ്ചേഴ്സ് എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അവരെല്ലാം പോയതിൻ്റെ ആ ഒരു ട്രാജഡി ഇപ്പോഴും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാർവൽ റിക്കവർ ആയിട്ടില്ല. റിക്കവർ ആകണമെങ്കിൽ ഡൂംസ്ഡേ വരേണ്ടി. ഇറ്റ്സ് എ വെരി ഗുഡ് ഫിലിം. നല്ല മൂവിയാണ്. ആ സിനിമ ഉണ്ടായിരുന്നു. സിനിമ കൊള്ളാം, വെരി ഇൻട്രസ്റ്റിംഗ്. ഇനി അടുത്തുള്ള ഫ്യൂച്ചർ പ്രോജക്ട്സിന് വേണ്ടി അത് സെറ്റപ്പ് ചെയ്യുന്ന ഒരു മൂവിയാണ്. ആൻഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കഥകളല്ല. ഇറ്റ്സ് വെരി സ്പോയിലർ പറയാൻ പറ്റാതിരിക്കുന്നില്ല, അതാണ് ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നത്. ബട്ട് ഇതിൽ വില്ലൻ ആൻറ്റി ഹീറോ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സെൻട്രി ഈസ് വെരി കൂൾ. ഒരു സൂപ്പർമാൻ ലെവൽ ത്രെട്ടാണ്, ബട്ട് അതേപോലെ അവർ താഴ്ത്തിയും കളഞ്ഞു. ശരി, താങ്ക്സ്. അടിപൊളിയായിരുന്നു. ഞാനിപ്പോൾ അത്ര വലിയൊരു മാർവൽ ഫാൻ എന്ന് പറയാൻ പറ്റില്ല. സ്റ്റിൽ ഐ നോ ദ മാർവൽ മൂവീസ്. അപ്പോൾ അങ്ങനത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളാം. പറഞ്ഞ പോലെ വില്ലൻ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത പോലത്തെ ഒരു വില്ലനായിരുന്നു. സിനിമയും കൊള്ളാം, നല്ല ഫ്ലോ. ഇറ്റ്സ് ലൈക്ക് എ റിയലി ഗുഡ് മെയ്ഡ് മൂവി. ഫൈറ്റ് സീൻസ് കൊള്ളാം, എല്ലാം അടിപൊളിയാണ്, കാണാൻ സെറ്റാണ്. സ്റ്റോറി അടിപൊളിയായിരുന്നു. റിവൈവൽ ഓഫ് മാർവൽ എന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് ഇത് വൂൾവറീൻ ആൻഡ് ഡെഡ്പൂൾ കഴിഞ്ഞിട്ട് ഐ തിങ്ക് അടുത്ത നൈസായിട്ടുള്ള പടം ഇതാണ്. ഇത്ര കാലത്ത് കുറച്ച് മാർവൽ കുറച്ച് ഇതായിരുന്നല്ലോ. ഇപ്പം ഇത് കൊള്ളായിരുന്നു, അതുകൊണ്ട് ഇഷ്ടപ്പെട്ട്. കഴിഞ്ഞ കുറേ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? കഴിഞ്ഞ കുറേ പടങ്ങൾ വെച്ച് ഇത് കൊള്ളാം. സെക്കൻഡ് ഹാഫ് കൊള്ളാം. സിനിമ കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. കഴിഞ്ഞ കുറേ പടങ്ങൾ വെച്ച് കഴിഞ്ഞ മറ്റേ ക്യാപ്റ്റൻ അമേരിക്കേനെ നേരത്തെ പടത്തെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല പടമായിരുന്നു. അങ്ങ് ഓവർ എക്സ്പെക്ടേഷൻ വെച്ച് കാണാണ്ട്, എന്നാലും കൊള്ളാം, നല്ല പടം. അടിപൊളിയായിരുന്നു. ആക്ച്വലി മാർവലിനൊരു കംബാക്ക് മൂവിയായിരുന്നു. കൊള്ളാം, ഫാർ ബെറ്ററാണ്. നല്ലൊരു പോസ്റ്റ് ക്രെഡിറ്റ്സിന് മിസ്സായില്ല. അടിപൊളിയാണ്. കൊള്ളാം, നല്ല പടം, സൂപ്പർ പടം. ഏകദേശം അത്ര ഇല്ലെങ്കിലും കൊള്ളാം, കണ്ടോണ്ടിരിക്കുക. അടിപൊളിയാണ്, നല്ല പടമാണ്. ഡെഡ് പൊസിഷൻ നല്ല ബെറ്ററാണ്. മറ്റേത് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ബെറ്ററാണ്. എല്ലാവരുടെ പെർഫോമൻസ് നല്ല എൻ ക്രെഡിറ്റ്സ് ആരും മിസ് ചെയ്യണ്ട. പടം അടിപൊളിയായിരുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടായിരുന്നു. അത് പടത്തിൽ ആക്ച്വലി ടിപ്പിക്കൽ ഒരു മാർവൽ വൈബ് അല്ലായിരുന്നു. ഡിഫറെൻ്റ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. മേക്കിംഗ് സോ ഫാർ റിയലി ഗുഡ്. എങ്ങനെ മാർവലിൻ്റെ പടമല്ലേ? ഇങ്ങനെ ഒരു മേക്കിംഗ് ബാക്കി എല്ലാം കുഴപ്പമില്ല. എങ്ങനെ ഓക്കെ ആണോ? പടം എങ്ങനെ മേക്കിംഗ് ബേസ് ഒക്കെ എങ്ങനെയുണ്ട്? ഫ്യൂച്ചറിലോട്ടുള്ള പടത്തെക്കുറിച്ച് കുഴപ്പമില്ല, വലിയ രീതിയിലൊരു ക്ലച്ച് പിടിക്കാതെ പോയല്ല. അപ്പോൾ ഇത് ആക്ച്വലി അതിന് ബെറ്ററാണ്. ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള മൂവീസ് കമ്പാരിറ്റീവ്ലി വാച്ചബിൾ ആയിട്ടുള്ള മാർവലിൻ്റെ പടമല്ലേ? മാർവൽ മൂവി
കാലത്തിന് ശേഷം നല്ല എങ്ങനെയുണ്ടായിരുന്നു VFX ബാക്കി VFX അടിപൊളി